വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ടെങ്കിലുള്ള ഗുണങ്ങളെക്കുറിച്ച് അറിയുമോ? പഠനങ്ങൾ പറയുന്നത് വീട്ടിലൊരു പൂച്ചയുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതിന് സമമാണ് എന്നാണ്. എന്നും പോസിറ്റീവ് മൈൻഡ് ഉള്ളവരാക്കാനും പൂച്ചകൾ നമ്മളെ സഹായിക്കുന്നു. നായ്ക്കളിലും മനുഷ്യ ശിശുക്കളിലും കാണുന്നത് പോലെയുള്ള അറ്റാച്ച്മെന്റ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പൂച്ചകൾക്ക് അവരുടെ മനുഷ്യ പരിപാലനക്കാരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. കറന്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വളർത്തുപൂച്ചകൾ കുട്ടികളെയും നായ്ക്കളെയും പരിപാലിക്കുന്നവരോട് സമാനമായ അറ്റാച്ച്മെന്റ് ശൈലികൾ പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ പൂച്ചകൾ മനുഷ്യന്റെ വികാരങ്ങൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരുടെ പെരുമാറ്റം ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇത് സാമൂഹിക ബുദ്ധിയും സഹാനുഭൂതിയും നിർദ്ദേശിക്കുന്നു. പൂച്ചകളുടെ ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം ചില പൂച്ചകൾ മനുഷ്യക്കുഞ്ഞിന്റെ കരച്ചിലിനോട് സാമ്യമുള്ള മ്യാവ് ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രത്യേകതരം ശബ്ദം പലപ്പോഴും ശ്രദ്ധ അഭ്യർത്ഥിക്കുന്നതിനോ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിലിന്റെ ആവൃത്തിയും അടിയന്തരതയും അനുകരിക്കാൻ ഇതിനും സാധിക്കും. ഈ സാമ്യം മനുഷ്യരിൽ നിന്ന് പ്രതികരണങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള ഒരു പരിണാമപരമായ പൊരുത്തപ്പെടുത്തലുമായിരിക്കാം. നമ്മുടെ സഹജമായ പരിപാലന സഹജാവബോധത്തിലേക്ക് ഇത് കടന്നു ചെല്ലുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. വെറും 4 മിനിറ്റ് കൊണ്ട് 30 ലക്ഷം കവർന്ന മോഷ്ടാക്കൾ. തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലുള്ള SBIയുടെ ATMിലായിരുന്നു സംഭവം. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 5 പേരടങ്ങുന്ന സംഘമാണ് കാറിൽ മോഷണത്തിനെത്തിയത്. പുലർച്ചെ 1:56ഓടെ സംഘം ATM പരിസരത്ത് എത്തിച്ചേർന്നു. തുടർന്ന് കാറിൽ നിന്നൊരാൾ ഇറങ്ങി ATMിന് പുറത്തുള്ള CCTV ക്യാമറയിൽ സ്പ്രേ ചെയ്ത് ആ ദൃശ്യങ്ങൾ അവ്യക്തമാക്കി. ATMിനുള്ളിലെ CCTV ക്യാമറ അവ്യക്തമാക്കാൻ സംഘത്തിന് കഴിഞ്ഞില്ല. ഈ ക്യാമറയിലാണ് സംഘത്തിലെ 3 പേർ ചേർന്ന് ATM തകർക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. മോഷണ ശ്രമമുണ്ടായാൽ മുന്നറിയിപ്പ് നൽകുന്ന എമർജൻസി സൈറൻ വയറുകൾ അടക്കം സംഘം മുറിച്ചിരുന്നു. ശേഷം ഇരുമ്പുദണ്ടും ഗ്യാസ് കട്ടറും ഉപയോഗിച്ചാണ് ATM തകർത്തത്. സംഘത്തിലൊരാൾ ഈ സമയം അത്രയും ATMിന് പുറത്ത് കാവലിരുന്നു. 2 മണിയോടെ സംഘം 29,69,000 രൂപയുമായി സ്ഥലം വിട്ടു. ATMിന്റെ ഷട്ടർ കൂടി അടച്ചാണ് സംഘം പ്രദേശം വിടുന്നത്. ഹരിയാനയിൽ നിന്നുള്ള സംഘമാണോ മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി അസിസ്റ്റന്റ് കമ്മീഷണർ രാജു പ്രതികരിക്കുന്നു. ഇതേ സംഘം മൈലാർദേവ് പള്ളിയിലുള്ള ഒരു ATMിൽ കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അലാറം സെൻസറുകൾ മുറിക്കുന്നതിനിടെ ഷോക്കേറ്റതോടെ സംഘം ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ഇതേ തരത്തിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ഈ സംഘം തന്നെയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പണം വീണ്ടെടുക്കാനും മോഷ്ടാക്കളെ പിടികൂടുന്നതിനുമായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കത്തിയാളുന്ന അഗ്നിക്ക് മുൻപിൽ പെപ്പെ നിൽക്കുന്നതാണ് പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. വയലൻസ് സിനിമകൾ വിവാദമാകുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രവുമായി വീണ്ടും ക്യൂബ്സ് എത്തുമ്പോൾ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. പ്രൊഡക്ഷൻ നമ്പർ 2 എന്ന പേരിൽ അടുത്തിടെ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. നവാഗതനായ പോൾ ജോർജ് ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്.
ചിത്രത്തിന്റേതായി മറ്റു വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമായി പ്രഗത്ഭരായ സാങ്കേതിക വിഭാഗം ഈ ചിത്രത്തിനായി ഒരുങ്ങുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. എന്തായാലും അടുത്ത അപ്ഡേറ്റിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അരക്ഷിതാവസ്ഥയുടെ കുട്ടിക്കാലം തീർക്കാതെ അവരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് നയിക്കാൻ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് നൽകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ചില തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഒരു പൂർണ്ണ രക്ഷിതാവ് എന്നൊന്നില്ല. എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ചില തെറ്റുകളുണ്ട്. നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ദോഷമാകുന്നത് ചെയ്യാതെ ഇരിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും പ്രാഥമികമായ കർത്തവ്യമാണ്. അതിനായി മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടതും ഒഴിവാക്കേണ്ടതുമായ 10 തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ക്ഷമിച്ചു കളയാതെ അത് വലുതാക്കി കാണിക്കുന്നത് അവരിൽ മാനസിക സംഘർഷം കൂട്ടുന്നു. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊപ്പം വളരാൻ കഴിയുന്നില്ല എന്ന തോന്നൽ കുട്ടികളുടെ ഉള്ളിൽ വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവ സൃഷ്ടിക്കുന്നു. ഇത് കാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ പോലും നിറവേറ്റാൻ അവർക്ക് കഴിയാതെ വരുന്നു. ഇത് കുട്ടിക്കും മാതാപിതാക്കൾക്കുമിടയിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ. കൂടാതെ കുട്ടികളുടെ വികാരങ്ങളെ അവഗണിക്കുന്നത് അവരെ മാതാപിതാക്കളിൽ നിന്നും അകറ്റും. കുട്ടികളെ മനസ്സിലാക്കാനും കേൾക്കാനും അവരോട് ആശയവിനിമയം നടത്താനും മാതാപിതാക്കൾ എപ്പോഴും സമയം കണ്ടെത്തണം. ചില മാതാപിതാക്കൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ കുട്ടികളിൽ ഏർപ്പെടുത്തുന്നു. അനുസരണയുള്ള ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന അമിത നിയന്ത്രണം പലപ്പോഴും ദോഷമായിട്ട് മാറുകയാണ് ചെയ്യുക. സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും താരതമ്യം ചെയ്യുന്നതും കുട്ടികളുടെ മനസ്സിൽ അസൂയയും നിരാശയും സൃഷ്ടിക്കും. പകരം ഓരോ കുട്ടിയുടെയും കഴിവുകൾ അംഗീകരിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ അവരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതിനും ധൈര്യം കൊടുക്കുന്നതിനും പകരം അവരോട് മറ്റുള്ളവരെ ചേർത്ത് താരതമ്യം ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസം കെടുത്തും. കൂടാതെ ശാരീരികമായോ വാക്കുകളിലൂടെയോ കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്നതും കുട്ടികളുടെ മനസ്സിന് താങ്ങാൻ കഴിയില്ല. കുട്ടികളുടെ വാശികൾക്ക് എപ്പോഴും വഴങ്ങിക്കൊടുക്കുന്നതും ഒഴിവാക്കേണ്ട ഒരു തെറ്റാണ്. വിനോദ പ്രവർത്തനങ്ങൾക്ക് അവസരം നിഷേധിക്കാതിരിക്കുക. പല മാതാപിതാക്കളും കുട്ടികളെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നു. ടെലിവിഷൻ കാണുന്നതിനോ ഗെയിമുകളിൽ ഏർപ്പെടുന്നതിനോ വിലക്കുന്നു. അവരുടെ സർഗാത്മകതയും ജിജ്ഞാസയും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്നാണിത്. കൂടാതെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സമയക്കുറവ്. കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇന്ന് പല മാതാപിതാക്കൾക്കും സമയമില്ല. ജോലി തിരക്കുകൾ കൂടാതെ മൊബൈൽ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവയുടെ വർദ്ധിച്ച ഉപയോഗം പല കുടുംബ ബന്ധങ്ങളിലും വൈകാരികപരമായ അകൽച്ചകൾ സൃഷ്ടിക്കുന്നു. ഇത് ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നു. ഇത് കുട്ടികളെയും സാരമായി ബാധിക്കുമെന്ന് ഓർക്കുക. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.